ഇവളിപ്പോ ഭയങ്കര നീലിക്കളി. വെയിലടിച്ച പൊള്ളും. ചോര വേണോ എന്റെ? ഇത് ലോക സിനിമ കണ്ടാലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനകത്ത് നമ്മുടെ എല്ലാരും പടം കണ്ടു കാണും. പടം 200 കോടി കയറി. 202 കോടി പുറത്തായി. അയ്യോ, 30 കോടി ബഡ്ജറ്റില് അങ്ങനെ ഒരു പടം നിർമ്മിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. നമ്മളെ മലയാള സിനിമ. മറ്റേ ബോളിവുഡ് സിനിമയൊക്കെ 200 കോടി 300 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് 600 അന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ചോട്ടാ ഭീമിന്റെ VFX പോലും ഇല്ല. അങ്ങനത്തെ പടങ്ങളാ. ഡ്രൈവിംഗ് ക്ലാസ്സിന് പിക്ക് ചെയ്യാൻ ആള് വരും. ഇപ്പം ഇന്ന് ഫസ്റ്റ് ഡേ തുടങ്ങാൻ വേണ്ടി പോവാ ഡ്രൈവിംഗ് ക്ലാസ്സിന്റെ. എന്തോ വെയിലായിട്ടാ. ഈ വെയിലത്ത് ഞാൻ പോണ്ടേ? എന്തായാലും പോവില്ല. ഞാൻ മുന്നിൽ ഫേസ് വാഷ് ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ആയിട്ട് വരാം. ഹലോ, വീടും മാനേജ് ചെയ്ത് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി പിന്നെ എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് സമയവും മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഡ്രൈവിംഗ് ലെസൺസും തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആയപ്പോഴത്തേക്കും ആകെ മൊത്തം സ്ട്രെസ് ആയിട്ടോ. ഈ സ്ട്രെസ്സിന്റെ ഇടയിൽ ഹോർമോൺസും ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, പിമ്പിൾസും വരാൻ തുടങ്ങി. പക്ഷെ ഞാനുണ്ടല്ലോ ഈ പിമ്പിൾസിനെയൊക്കെ സ്കിപ്പ് ചെയ്യും. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ഉപയോഗിച്ച്, അത് ന്യൂ ബെസ്റ്റ് എവർ ഫോർമുലയിൽ. ഇത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. വെറും 5 ദിവസം കൊണ്ട് പിമ്പിൾസ് എല്ലാം റെഡ്യൂസ് ചെയ്യുന്നു, അത് തിരിച്ചു വരാതിരിക്കുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയൊക്കെ ഗുണങ്ങളുള്ള ഈ ഫേസ് വാഷ് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തേക്കുന്നതെന്ന് അറിയണ്ടേ? നമ്മുടെ നീമിന്റെ പവർഫുൾ 5 പാർട്സ് ഉപയോഗിച്ചാണ് ഇത് മെയ്ഡ് ചെയ്തേക്കുന്നത്. എങ് ലീവ്സ്, മെച്ചർ ലീവ്സ്, സ്റ്റെം, ഫ്രൂട്ട്, ഫ്ലവർ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്ത് എന്റെ പിമ്പിൾസിനെ റെഡ്യൂസ് ചെയ്യുന്നു. ഇതിന്റെ ഫോർമുല സോപ്പ് ഫ്രീ ആണ്. അതുപോലെ തന്നെ സ്കിൻ ഫ്രണ്ട്ലി pH ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഒട്ടും ഡ്രൈ ആക്കുന്നില്ല. ഇറ്റ് ജസ്റ്റ് ഫീൽ ക്ലീൻ, ഫ്രഷ് ആൻഡ് ഹൈഡ്രേറ്റഡ്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്ത് നമ്മുടെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്യുക. എന്നിട്ട് അപ്വേർഡ് സർക്കുലർ മോഷനിൽ നല്ലോണം മസാജ് ചെയ്യുക. ശേഷം വാട്ടർ ഉപയോഗിച്ച് റിൻസ് ഔട്ട് ചെയ്ത് കളയുക. നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടും. അപ്പൊ നമ്മുടെ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. കൂടാതെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇപ്പൊ ഗ്രേറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ എങ്ങനാ കാറോട്ടിക്കാൻ പോവാം? അമ്പു ഉണന്നു. അമ്പു നീ അറിഞ്ഞ അമ്മ നമ്മളെ കളഞ്ഞ് പോവുക. നല്ല ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. അത് നമ്മളെ ഒട്ടക്കായിട്ട് പോവില്ല. നമ്മൾ എന്റെ കൂടെ കൊണ്ടുപോകണില്ല. അയ്യോ വേണ്ട, പോണ്ട. അമ്മയുടെ കൂടെ പോണ്ട വണ്ടി ഓടിക്കാൻ. മുടിയൊക്കെ സ്പൈക്ക് ആയിരിക്കുന്നുണ്ടോ? 2 ഹെയർ സ്റ്റൈൽ ആകുമ്പോ ഒരു ഉമ്മ കൊടുക്കൂടാണ്ട്. ഇത് നീയാ ക്യാമറ എത്തി പിടിക്കണ്ട. അമ്പൂനെ കുറുക്കുണ്ടാക്കി വെച്ചിട്ട് വേണം താങ്കൾക്ക് പോകാൻ. അല്ല, സമയമുണ്ട്, ഞാൻ കൊടുക്കാം. നമുക്ക് വെളിയിറങ്ങി മുറ്റത്തൊക്കെ ഇറങ്ങി കൊടുത്തിട്ട് പോകാം. വരുന്നില്ലല്ലോ, സമയം 3 മണിയായില്ലേ? 3 മണിയായി. വന്ന് പിക്ക് ചെയ്യാനാണല്ലോ പറഞ്ഞത്. നീ മറ്റേ പിള്ളേരൊക്കെ സേഫ് ആയിട്ട് നോക്കണം കേട്ടോ. നീ ഓടിക്കുമ്പോഴേ ഒരുപാട് ബാക്കി പിള്ളേരൊക്കെ ഉള്ള. ഏട്ടൻ എന്റെ സ്കൂട്ടിയുടെ ബാക്കിൽ ഇരിക്കാൻ പോലും കോൺഫിഡൻസ് ഇല്ല. പക്ഷെ ഞാൻ സ്കൂട്ടി ലൈസൻസ് ഇല്ലെങ്കിൽ ഞാൻ സ്കൂട്ടി ഓടിക്കുമായിരുന്നു പണ്ട്. നീ അത് കോൺഫിഡൻസോടെ തിരിച്ചു വരണം. നീ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഡേ ആദ്യം ക്ലച്ച് അതൊക്കെ എനിക്ക് പറഞ്ഞു തരത്തല്ലേ ഉള്ളൂ. ഫസ്റ്റ് ഡേ പഠിപ്പിക്കൂല്ലോ. പിന്നെ കെട്ടിയാ കഴുത്തിലേ എടാ സുണ്ടടാ. നീ എവിടെ പോകുന്നെന്ന് അവന് മനസ്സിലായി. അവൻ അറിയാം. അപ്പൊ അതിന്റെ മോന്ത വലിച്ചിറക്കി വെച്ചേക്കും. മുടി വളർന്നല്ലേ, മുടി മുട്ട അടിക്കണം. കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് പണ്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോ മുടിയൊക്കെ വെട്ടിക്കളയും. സ്കൂളിൽ സമ്മതിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുടി വളർത്താൻ പണ്ട്. കുറുക്കോട്. അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിലെ ചേട്ടൻ വന്നിരിക്കുകയാണ്. ഇറങ്ങടി, വണ്ടി പഠിക്കടി, ഓടി വിടുന്നു. അയ്യാട്ടാ, സ്റ്റുഡൻസ് വെയിറ്റിംഗ് ആണോ? ആണോ? ഈ ഞാനും കൂടി വന്ന സ്ഥലം കാണോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മളെ ഡ്രൈവിംഗ് മാഷ്. ഇതിലെ ഗുരു. ഇന്ന് തൊട്ട് അഡ്മിഷൻ എടുത്തിട്ട് നമ്മൾ കുറെ നാളായി. ഇന്ന് തൊട്ടാ തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആശുപത്രിയിലൊക്കെ ആയി. അങ്ങനെ കുടിച്ചോണ്ടിരുന്നല്ലേ. പിന്നെ ഫസ്റ്റ് ദിവസമായോണ്ട് ഞാൻ വരും. ഇതൊരു ശീലമാക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കും. കേട്ടല്ലോ? ശീലമാക്കി.
അവള് വിചാരിച്ച ഇന്നേ ഓടിക്കത്തൊന്നും ഇല്ല പറഞ്ഞൊക്കെ തരത്തിലൊന്നും അങ്ങനൊന്നുമില്ല. ഡയറക്റ്റ് നമ്മളങ്ങ് പഠിക്കുവാണ്. ലേഡേഴ്സിന്റെ ബുക്കൊക്കെ കൊണ്ടാ വന്നിരിക്കുന്നത് പഠിക്കാൻ. ട്യൂഷനും ആദ്യമായിട്ട് സ്കൂളിലൊക്കെ ചേരുന്ന കണക്ക് ഭയങ്കര അച്ചടക്കത്തോടെ. ഇന്ന് ബുക്കില്ല, തിയറി നഹി, ഉള്ളി പ്രാക്ടിക്കൽ. ഞാനിപ്പോ ഈ റോഡ് നമുക്ക് അവിടെ മുതൽ ഇന്ന് കണ്ടിന്യൂ 10-20 കിലോമീറ്റർ പോകും. ഫസ്റ്റ് ക്ലാസ് രാവിലെ എന്നെ നിർബന്ധിക്കും ഞാൻ വരണോ കേട്ടോ. നമ്മളെ ഡ്രൈവേഴ്സിന്റെ ബുദ്ധിമുട്ട് അതെ, കേറി ഇരിക്കുന്നതൊന്നും അറിയുന്നില്ലല്ലോ. ഇനി ഓടിക്കുമ്പോഴേ എന്റെ ഒരു ഇത് അറിയത്തുള്ളൂ. എന്തിനാ നിൽക്കുന്നേ? ആദ്യം ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. നീ കേറി ഇരിയടി, കേറി ഇരിയടി. വലുതാലിച്ച് കയറല്ലേ? നീ എങ്ങനെ കണ്ടി വണ്ടി കയറാൻ പാടാ. ഞാൻ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എടി ഞാൻ അന്ന് പഠിപ്പിച്ചെന്നൊക്കെ ഓർമ്മയുണ്ടോ എന്തെങ്കിലും ഒക്കെ? എത്ര വർഷമായി? ബാക്കിലത്തെ ഡോറ് കാണാം. ഇപ്പൊ ബാക്കിലത്തെ സ്ഥലം കാണാം. ഇത്രയല്ലേ ഉള്ളൂ. ടെൻഷൻ അടിക്കണ്ടേ കൂടായിട്ട്? ലെഫ്റ്റ് സൈഡില് ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ക്ലച്ച്, ബ്രേക്ക്, ലാസ്റ്റുള്ള ആക്സിലേറ്റർ. ഇന്നത്തെ കുറച്ച് ദിവസം, ഇനി കുറച്ച് ദിവസത്തേക്ക് ആക്സിലേറ്റർ മാത്രം മതി. ബ്രേക്കും പിടിക്കണ്ട, ക്ലച്ചും വേണ്ട. കുറച്ച് ദിവസത്തേക്ക് മാത്രം. കാരണം സ്റ്റിയറിംഗ് ഒരു ബാലൻസ് ആവുന്നവരെ മാത്രം കേട്ടോ. പയ്യെ ആക്സിലേഷൻ കൊടുക്കണേ. എന്നിറം നോക്കി വണ്ടിയില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം റൈറ്റിലോട്ട് പയ്യെ കയറ്റണം. സ്റ്റിയറിംഗ് ആക്സിലേഷൻ കൊടുക്കണ്ട. ഇവിടെയും ഇവിടെയായിട്ട് പിടിക്കണം. ഇങ്ങനെ പിടിക്കുന്ന വെച്ചാൽ 9 ക്ലോക്ക് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 9-3 എന്ന രീതിക്ക് സ്റ്റിയറിംഗ് പിടിക്കണം. കൈയെടുക്കാതെ തന്നെ സ്റ്റിയറിംഗിന് കൈയെടുക്കാതെ തന്നെ നമുക്ക് ഹോൺ അടിക്കാനും, അതായത് ഹോൺ അടിക്കാനും, ഇൻഡിക്കേറ്റർ ഇടാനും, വൈപ്പർ ഇടാനും, പാസ് അടിക്കാനൊക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് പിടിക്കുമ്പോൾ പറ്റും. ഈ ഒരു രീതി പിടിക്കും 9-3 എന്ന രീതിക്ക് ഏട്ടാ. ഈ രീതി കയ്യിലല്ല ആദ്യം ഓടിക്കണ്ട കേട്ടോ, കളിക്കില്ലേ. പോവാ ഓഫ് ആവും. പകുതിയിൽ കൂടുതൽ തിരിയുമ്പോഴേക്കും ഓഫ് ആവും. ശകല ആക്സിഡന്റ് കൊടുത്താൽ മതി മതി. കാല് മതി. ഓട്ടെ. ഈ 2 ലൈനിന്റെ അകത്ത് നിൽക്കണം കേട്ടോ വണ്ടി. അതെ, കാല് മാറ്റിക്കോ. അരി വാങ്ങാൻ റേഷൻ കടയിൽ നിന്ന് കൂടെ കൂടെ കീറ പറ്റുന്നത്. വണ്ടി ആക്കും കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ് ഗിയർ. ഇത് സ്റ്റോപ്പ് അല്ലേ? ആക്സിഡന്റ് കൊടുത്തേ. ഗിയറിന്റെ റേഷ്യോ ഒക്കെ അതൊക്കെ നീ സെറ്റ് ആവത്തുള്ളൂ. നമുക്കൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ആവട്ടെ. കയ്യിൽ ഇപ്പൊ എങ്ങനെ നിൽക്കും? ചിലപ്പോൾ നാളത്തോളം ശരിയാവാതിരിക്കാം, ഇപ്പൊ ഒരാഴ്ച ആവാതിരിക്കാം. സ്റ്റിയറിംഗ് സെറ്റ് ആയ ശേഷം നമുക്ക് ഗിയറിന് നോക്കാം. സ്പീഡ് ഉറക്കി ആക്സിഡന്റ് കാലം പറ്റി ഇങ്ങനെ വളവെല്ലാം വരുന്ന സമയത്ത് ആക്സിഡന്റ് കാലം മാറ്റിക്കും. പയ്യെ ഫോൺ യൂസ് ചെയ്യണം നന്നായിട്ട് കേട്ടോ. ആ വരയിൽ നിൽക്കണം. 2 വരയുടെ നടുക്കൂടെ വേണം ഓടിക്കാൻ. ഓടിക്കണം പോരുത്. വണ്ടിയുടെ സൈഡിൽ ഇരുന്ന് ഉറങ്ങുമല്ലേ, അതിനെല്ലാം സുഖമാണല്ലേ. ഇങ്ങനെയൊക്കെ ഓടിക്കാനൊക്കെ ഇച്ചിരി പാടുണ്ടോ കേട്ടോ. കേക്കും അത് എക്സ്ട്രാ പണി ചെയ്യിപ്പിക്കുവോ? ഇത് നമ്മള് കോട്ടയം പോയിട്ട് സെറ്റ് ചെയ്യുന്നത്. അതിന് പെർമിഷൻ എടുക്കണം, ആർടി ഓഫീസിൽ പോയിട്ട്. അങ്ങനെ കണ്ടല്ലേ. ഞാൻ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല, മാത്രം പോവാ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്. ട്രാഫിക് വരുമ്പോൾ ഭയങ്കര ടെൻഷനാട്ടോ. നല്ല ട്രാഫിക് ഉണ്ട്, അതിനോട്ട് അറിയ ടെൻഷൻ. ട്രാഫിക്കിനിടയ്ക്ക് ഫസ്റ്റ് ഡേ ക്ലാസ്. ഗൈസ്, ഡ്രൈവിംഗ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൃദുല ഓടിച്ചിട്ട് ബാക്കിൽ ഇരിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കൃതാർത്ഥനായി, സന്തോഷം.
ഓടിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആക്സലറേഷൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് അങ്ങ് ചവിട്ടി വിടണം. ഡ്രൈവിംഗ് അറിയാതെ കോ പാസഞ്ചർ സീറ്റിലിരുന്ന് സൂയിക്കുന്നതും അതുപോലെ തന്നെ കൗണ്ടർ അടിക്കുന്ന വൈഫുമാരെ ഡ്രൈവിംഗ് വളരെ പാടാണ്. നമ്മളതിൽ ഇന്നാണ് പെടുന്നത്. നിങ്ങൾ എല്ലാവരും പോയി ഡ്രൈവിംഗ് ഓടിക്കും. മൃദുലെ വളവിന് വണ്ടി ഓടിക്കുന്നതാണ് ഭയങ്കര രസമാണ്. നോക്കിയോ, കയ്യാല പുറത്തായിരിക്കും കിടക്കണം. വണ്ടി ഓടിക്കുന്ന റോഡിൽ കൂടെ അല്ല, റോഡ് നല്ല വിശാലമായിട്ടുണ്ടെങ്കിലും വളവ് ഈ മച്ചുംപുറവും പോച്ചപ്പുറവും ഭയങ്കര ഇഷ്ടമാണ്. അല്ല, റോഡ് ഇത്രയും കിടന്നിട്ട് അതിന്റെ വണ്ടി ഓടിക്കൊണ്ട് ചോദിച്ചോ. നോക്കാം നോക്ക്. വെരി ഗുഡ്. റൈറ്റ് ഞാൻ വെച്ചുപിടിച്ചേ നോക്കാം. വളയ്ക്കുന്ന വള കണ്ട് കഴിഞ്ഞാൽ കയ്യങ്ങാണ് ഇടയിൽ പോകുന്നത്. അമ്മാര് വള വളങ്ങി. ഈ വള വളങ്ങി ഒരു ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ കുഴപ്പമില്ല. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഓടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ അല്ലേ ഗൈസ്. നമ്മളൊരു 20-25 കിലോമീറ്റർ ഇന്നൊരു ദിവസം ഡ്രൈവ് ചെയ്ത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കറക്റ്റ് ഈ റോഡുകളിൽ കൊണ്ടിട്ട് എതിരെ വരുന്ന വണ്ടിയും ട്രാഫിക്കും എല്ലാം കറക്റ്റ് നമ്മളെ റോഡിൻ്റെ അവിടെ കൊണ്ട് വണ്ടി പഠിപ്പിച്ചാലേ കാര്യമുള്ളൂ. നമ്മൾ ഗ്രൗണ്ടിൽ ചുമ്മാ കൊണ്ടിട്ട് ഓടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കണ്ടതേ മൃദുല ഭയങ്കര ഗൗരവം. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഫൈനലി ഓടിക്കുന്നുണ്ട്. ഈ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ഇന്ന് ഒരു ദിവസം കൊണ്ട് ഓടിച്ചേട്ടാ. ഞാൻ ഒട്ടും സ്റ്റിയറിംഗ് ബാലൻസ് ഒന്നും പ്രതീക്ഷയല്ല, പക്ഷെ കുഴപ്പമില്ല. ഇല്ല നാളെ ഞാൻ കാണത്തില്ല. നാളെ പോയി പഠിച്ചോണം. ഓക്കെ ഇനി കടയില് മാമനെ നാളെ കാണുമ്പോ കടയോട്. ഓക്കെ ബൈ ബൈ. കാലും തടവിത്താ കൈയും തടവിത്താ പിടിച്ചിട്ടേ ഞാൻ ഓട്ടിച്ചോട്ടാ റോഡിൽ കൂടെ ഇത്രയും ദൂരം. എനിക്കും വിശ്വാസമായില്ല. മനസ്സിലായോ? നമ്മുടെ വണ്ടി ഓടിക്കുന്നുണ്ട്. മനസ്സിലായോ? സൈഡിൽ നിന്ന് കൗണ്ടർ അടിക്കുന്ന പെട്ടെന്ന് സഡൻ ബ്രേക്ക്, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ച് തിരിക്കുന്നത്. എത്ര പേരാ റോങ് കയറി വരുന്നേ. പിന്നെ വേറൊരു കാര്യം കഴിച്ച്, നമ്മൾ ഈ എല്ല് ഓടിക്കുന്ന വണ്ടികൾ കാണുമ്പോൾ നമ്മളൊന്നൊന്ന് ചവിട്ടി കൊടുക്കുക, അല്ലെങ്കിൽ വളവിന് അവരെ ഇപ്പൊ ഈ ഹോൺ അടിച്ചൊന്ന് ടെൻഷൻ ആക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. വരുന്ന ചുമ്മാ ഹോൺ അടിക്കുക, അത് സൈഡുണ്ട് എന്നാൽ പോലും ഒന്ന് പാനിക് ആക്കുന്ന രീതിയിലുള്ളൊരിത്. അപ്പോൾ ഇവരൊക്കെ ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ പാനിക്കാവും. അപ്പോൾ നമ്മളൊന്ന് എല്ല് കാണുമ്പം ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണ്, ആ ഒരു കൺസെൻട്രേഷൻ നമ്മൾ മറ്റുള്ളവർ ഓടിക്കുമ്പോൾ കാണിക്കുക, അതൊന്ന് കാണിക്കുക. സ്റ്റിയറിംഗിൽ പറയും കൈവേദന എടുക്കുന്നത്, സ്റ്റിയറിംഗിൽ അമുക്കി പിടിച്ചിരിക്കുക. അത് പവർ സ്റ്റിയറിംഗ് ആണ്. ഇപ്പോഴത്തെ വണ്ടിയൊക്കെ ഒരു വിരളി കറക്കാവുന്നേ ഉള്ളൂ. ഇവളത് മുറുക്കി പിടിച്ച് ബലത്തിന് പിടിച്ച് കറക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിന് സ്ട്രെയിൻ എടുക്കുന്നത് അത് സിമ്പിളാണ്. ഒരു പെതുക്കെ പിടിച്ചാൽ നീ അത്ര സ്ട്രെയിൻ എടുക്കണ്ട. ഫസ്റ്റ് ഡേ ആവണ്ട, പിന്നെ സെറ്റ് ആവും. ഞാൻ തന്നെ നൂഡിൽസ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. ക്യാപ്സിക്കം, കുഞ്ഞുകുഞ്ഞാന്നിരിഞ്ഞ നമ്മുടെ ക്യാരറ്റ്, ഒലിവ് ഓയിൽ. ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് കുറച്ചു നേരം വേവണ്ടേ? സെറ്റാണ്. വിളക്കൂ. ചോറുണ്ടാക്ക തോരനായി. എയർ ഫ്രൈ ചിക്കൻ നമ്മളൊരു 20 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. സീക്രട്ട് പേസ്റ്റ് എന്തുവാടി അതിനകത്ത് സീക്രട്ട് ഇല്ല, പിന്നെ എങ്ങനെ പറയുന്നേ? ചുമ്മാ പറയടി. ഒരു തക്കാളി, അത് നല്ല ഓർഗാനിക് തക്കാളി. എന്തുവാ ഇയാള് നട്ടയാണോ? അല്ലല്ലോ, തമിഴ്നാട്ടിൽ നിന്ന് നീ മോട്ടിച്ചേരി. മോട്ടിച്ച തീർന്നു. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഇനി വെച്ച ചിക്കൻ ക്യൂബ്സ്. ഓക്കെ, ലാസ്റ്റ് ക്യാപ്സിക്കം, എന്നാലും നമുക്ക് ഒരു പച്ച ചുവ കിട്ടും. അപ്പൊ ഗൈസ് ഇനി നമ്മുടെ നൂഡിൽസ് നമ്മൾ ഈ ഉപ്പ് കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ. കാരണം നമ്മൾ ഈ നൂഡിൽസ് ഇട്ട് വൺസ് ഇളക്കി കളഞ്ഞ പിന്നെ ഈ നൂഡിൽസ് ഉപ്പ് പിടിക്കൂല. നൂഡിൽസ് ഇട്ടാലും പിന്നെ അവിടെ ഉപ്പാവും. കുളിച്ചിട്ടൊക്കെ വന്നു നമ്മുടെ ചിക്കൻ നൂഡിൽസ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അടുക്കള അടിപൊളിയാണ്. സത്യത്തിൽ നമ്മൾ മറ്റേ മാഗി ഉണ്ടാക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനായിട്ട് ടേസ്റ്റിയാണ്. കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അടിപൊളിയാണ്. പിന്നെ ഫോർക്കൊന്നുമില്ല, കൈവച്ചൊന്നും ആയിട്ടില്ല.
അമ്മ എന്താ അവിടെ നിന്ന് ആണോ അന്ന് വെച്ച അതേ ടേസ്റ്റ് തന്നെ. അതിനുള്ള ഒരുപാട് എരിയില്ല കറക്റ്റ്. ബിഗ് ബോസ് കണ്ടോണ്ട് നൈറ്റ് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാണ്. ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുക കേട്ടോ. ആരെയാണ് ബിഗ് ബോസിൽ ഇപ്പം കറന്റ് ഇപ്പം നമ്മളിപ്പോ എത്രാമത്തെ എപ്പിസോഡ് എത്തി? എത്രാമത്തെ അറിയില്ല. ഫുള്ള് ആദ്യം നമ്മൾ കാണത്തില്ലായിരുന്നു. ലാസ്റ്റ് ഇപ്പൊ എല്ലാം കാണും. ആരെയാണ് ഇപ്പൊ അതിലെനിക്ക് ഏറ്റവും അങ്ങനെ ഇഷ്ടം എന്ന് പറയാൻ ഷാനവാസിനെ ഇഷ്ടമാണ്. അനീഷിനെ ഇഷ്ടം. ചില സമയം സംസാരം ഇഷ്ടപ്പെടൂല. പിന്നെ അനുവിനെ ഇഷ്ടമാണ്. നമ്മളെല്ലാ സീസണിലെ ഒരാളെ ഭയങ്കര ഫാൻ ആവും, പക്ഷെ അതുപോലെ ഒരാളിനകത്തില്ല. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇറിറ്റേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഇല്ലാത്ത ഒരാൾ പോലെ തോന്നിയാരാ? ക്യാരക്ടർ ഇല്ലാത്തത് അക്ബറിനെ എനിക്ക് ഇഷ്ടമല്ല. അക്ബറിനെ എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര ഒരുമതിയില് അതിൽ തന്നെ പറയുന്ന ഗുണ്ടായിസോ. പിന്നെ ആര്യനെ ഇഷ്ടമല്ല. ഭയങ്കര ഈ എന്താ പറയുക മെച്ചൂരിറ്റി ഇല്ലാതെ. മീൻസ് അവരുടെ പേഴ്സണല്ല, അവരുടെ ഈ ഒരു ഗെയിമിലെ പ്ലേ ഇഷ്ടമല്ല. അമ്മയുടെ ചോദിക്കാം. അമ്മ ബിഗ് ബോസ് കണ്ടതിൽ ഏറ്റവും ഇഷ്ടം ആരായിരുന്നു? അനുമോള്, അനീഷ്, ഷാനവാസ്, സാബുമോൻ. ഇത്ര ഇനി അത്ര അവരെ ഇഷ്ടമല്ല. അവർ ഗെയിം ഇത് കളിക്കുന്ന ഗെയിം കൊള്ളത്തില്ല. അതാരെ ഒട്ടും കളിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള നൂറ അക്ബർ ഇഷ്ടമല്ല. ആര്യനെ ഇഷ്ടമാണ്. പിന്നെ എന്തായാലും പറയുമ്പോ എല്ലായിടത്തും കളത്തരം പറയും. ഷാനവാസ് കുഴപ്പമില്ല. നിനക്ക് ആരുടെ ഇഷ്ടം? ലാലേട്ട കഴിഞ്ഞ ഒരു സീസണിൽ എപ്പിസോഡിൽ പറഞ്ഞു ഇത് 3 ജനറേഷൻ ഒന്നിച്ച് കണ്ടോണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. സത്യം കേട്ടോ. അമ്മ ഒരു ജനറേഷൻ, മൃദുല, ഞാൻ അടുത്തൊരു ജനറേഷൻ. എനിക്ക് അനീഷിനെ ഇഷ്ടമാണ്. പുള്ളി ഭയങ്കര ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം തന്നെ, ഗുഡ് മോർണിംഗ് ബിഗ് ബോസ്, ഗുഡ് മോർണിംഗ്, അത് സുപ്രഭാതം, അത് സുപ്രഭാതം പറയുന്നത് നോക്കി. അല്ലാതെ ഏതൊരു കാര്യം പറഞ്ഞ കാര്യം തന്നെ ഒരു 10 വട്ടം പറയും. അതൊരു ഇറിറ്റേഷൻ. അല്ലാണ്ട് പുള്ളിയുടെ ഒരു ക്യാരക്ടറും മറ്റുള്ളവർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുന്നത് എനിക്ക് ഇതുവരെ കളിച്ചതിൽ ഫീൽ ചെയ്ത്. എല്ലാ ആഴ്ചയും മോഹൻലാൽ വന്ന് അനീഷിനോടൊന്ന് സംസാരിക്കും. കാരണം എന്നിട്ട് അവന്റെ പോയിന്റ് ഓഫ് വ്യൂ പക്ക നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ പോലെ നമ്മള് എന്താണോ നമ്മളെ തിങ്ക് അതേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലത് അല്ലേ. അപ്പോൾ പുള്ളി എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ആരായിട്ടും ഇതുപോലുള്ള അമ്മമാർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു വ്ളോഗും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണ സുഹൃത്തുക്കളെ. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുള്ള ബൈ.